ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 19 പരിധിയിൽ മൗലിക അവകാശമാണ്. ആയതിനാൽ ഉടനടി ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ളിടങ്ങളിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക. ഇത് 2020 ഇന്ത്യയുടെ സുപ്രീം കോടതി ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേഷനോട് ഉത്തരവിട്ടതാണ്. ഇന്ത്യയിലെ തന്നെ, ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കടുത്ത ഇൻ്റർനെറ്റ് റദ്ദാക്കലായിരുന്നു കശ്മീരിൽ നടന്നത്. 2019 കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തതിന് ശേഷം മോദി സർക്കാർ ജമ്മു കശ്മീരിൽ ഉടനീളം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകൾ പ്രഖ്യാപിച്ചു. 213 ദിവസം കശ്മീർ അങ്ങനെ ഇരുട്ടായി കിടന്നു. വാർത്തകളില്ല, പുറം ലോകവുമായി ബന്ധമില്ല, വിദ്യാഭ്യാസം, വ്യാപാരം, പത്രമാധ്യമങ്ങളൊക്കെ താളം തെറ്റി അത്രയും കടുത്ത കാലം. ഒടുക്കം ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കാൻ കോടതി ഇടപെട്ടിട്ടും അതിനെ വെറും 2G സ്പീഡിലൊക്കെ ഗവൺമെൻറ് ലിമിറ്റ് ചെയ്യുകയുണ്ടായി. 4Gയുടെയും 5Gയുടെയും കാലത്ത് 2G നൽകുന്നതിലും കൂടിയ കുറ്റം എന്താണ്? സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ അനുസരിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതവും മറ്റു വഴികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇൻ്റർനെറ്റ് റദ്ദ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. റദ്ദ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ടെസ്റ്റുകൾ പോലും നടത്തേണ്ടതുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യാപാരം, തൊഴിലിനും വിവരങ്ങൾ അറിയുന്നതിനുമുള്ള അവകാശങ്ങളൊക്കെയും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടതാണ്. ആയതിനാൽ അവയ്ക്ക് ഭരണഘടനാ സംരക്ഷണം ഉണ്ടെന്നാണ് കോടതി അനുരാധ ബസിൻ കേസിൽ പറഞ്ഞത്. ആക്സസ് നൗ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് മറ്റേതൊരു രാജ്യത്തേക്കാളും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2022 മാത്രം കണക്കെടുത്താൽ 84 തവണയാണ് ഇന്ത്യയിൽ മോദി സർക്കാർ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത്. മണിപ്പൂരിലെ വംശീയ കലാപത്തിൻ്റെ പേരിൽ 140 ദിവസങ്ങളാണ് ഇൻ്റർനെറ്റ് റദ്ദ് ചെയ്തത്. കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ കണക്കെടുത്താൽ മാത്രം രാജ്യത്തുടനീളം 850 തവണയാണ് ഇൻ്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടായിട്ടുള്ളത്. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കുത്തനെ ഉയരുകയുണ്ടായി. ജമ്മു കശ്മീരിൽ മാത്രം 433 തവണയാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടത്. സ്റ്റോപ്പ് ഡാറ്റാബേസ് അഥവാ ഷട്ട് ഡൗൺ ട്രാക്കർ ഒപ്റ്റിമൈസേഷൻ പ്രോജക്റ്റ് അനുസരിച്ച് 2016 മുതൽ ലോകത്താകമാനം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകളിൽ 58% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. കണക്കുകളെല്ലാം നമുക്ക് മുൻപിലുണ്ട്. എന്നാലും രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളും ഇൻ്റർനെറ്റ് റദ്ദാക്കലുകളുടെ സാമൂഹിക, സാമ്പത്തിക, മാനുഷിക നഷ്ടങ്ങൾ കണക്ക് കൂട്ടുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യുന്നില്ല. ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഫലമായി കൂട്ടമായി തൊഴിലില്ലാതാക്കപ്പെട്ട മനുഷ്യരുടെയോ വരുമാനവും ജീവിതമാർഗവും നഷ്ടപ്പെട്ട മനുഷ്യരുടെയോ പ്രശ്നങ്ങൾ എവിടെയും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. ഡിജിറ്റൽ യുഗത്തിൽ ജീവനും ജീവിതവും അറിവും വിവരവും ഇൻ്റർനെറ്റും ഇൻ്റർനെറ്റ് ഉപാധികളുമായി ബന്ധപ്പെട്ട കാലമാണ്. ഈ കാലത്ത് ഓരോ ഇൻ്റർനെറ്റ് റദ്ദാക്കലുകളും ഉണ്ടാക്കുന്ന അവശതകൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റിനായുള്ള അവകാശം സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കേന്ദ്ര ബിന്ദുക്കളായത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇൻ്റർനെറ്റ് എന്നത് മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനമായ അവകാശമാണ് എന്ന് വ്യവസ്ഥ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള അവകാശം ഇവിടുത്തെ പൗരന്മാരുടെ മൗലികമായ അവകാശമായത്.